ശിവദാസൻ MP, താങ്കൾക്കെതിരെ താങ്കളുടെ രാഷ്ട്രീയ കക്ഷിക്കെതിരെ ചേരിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് മറുപടി. ഇതിനകത്ത് ഒന്ന്, ഞങ്ങൾ പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷന്. അത് കള്ളവോട്ടിനെ കുറിച്ച് കൊടുത്തു, ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ അർഹരല്ലാത്ത ആളുകളെ കൂട്ടിച്ചേർത്തതിനെ കുറിച്ച് കൊടുത്തു. പക്ഷെ ഞങ്ങളുടെ പരാതി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അതിനു മുമ്പ് ഡ്രാഫ്റ്റ് ഇലക്ടറൽ റോളിനകത്ത് പേരുണ്ടാകാതിരുന്ന ആളുകളുടെ പേരുകൾ കൂടി അന്തിമ ഇലക്ടറൽ പട്ടികയിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ പരാതി കൊടുക്കാൻ സ്ഥലമില്ല, വോട്ടറെ തള്ളിക്കാൻ സ്ഥലമില്ല. എന്നാൽ അതിനപ്പുറത്ത് BJPക്കും RSSനും ഒക്കെ ഇത്തരത്തിലുള്ള അവർ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഈ ചർച്ചയിൽ തന്നെ വെളിവാകുന്ന കാര്യം. 2, കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് എന്തായിരുന്നു കോടതി എടുത്തിട്ടുള്ള സമീപനം, എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എടുത്തിട്ടുള്ള സമീപനം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഫിഡവിറ്റ് കൊടുത്തു, മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സിസ്റ്റം അത് രൂപപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതും അത് നിഷേധിക്കപ്പെടണം, അത് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായമാണ് സുപ്രീം കോടതി മാനിക്കുക. കാരണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം, ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായം വലിയ വിലയുള്ളതായിട്ടാണ് കണക്കിലാക്കപ്പെടുക. ഇതിപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് മോദിയുടെ സിൽബന്ദിയും ചേർന്ന് നിയമിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളത് കൊണ്ട് അത് സുപ്രീം കോടതി അങ്ങനെ എടുക്കില്ല. കാരണം ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ള ജ്ഞാനേഷ് കുമാർ എങ്ങനെയാണ്, അദ്ദേഹം നേരത്തെ മുൻകാലങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അടങ്ങിയിട്ടുള്ള സമിതികളാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാറു. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് മോദിയും മോദിയുടെ സിൽബന്ദിയായിട്ടുള്ള മന്ത്രിയും മാത്രം ഇരുന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുന്നു. അത്യന്തം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ സിൽബന്ദിയായിട്ടുള്ള മന്ത്രി ഒന്നിച്ചിരിക്കുന്നു. അത് BJP ആഫീസിലാവാം, എവിടെയോ ആവാം, അവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഏത് സ്ഥലമാവാമല്ലോ. അവിടെ നിന്ന് അവരിരുന്നിട്ട് തീരുമാനം എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരാളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത് ഭൂഷണമാണോ? അല്ല. BJP മറുപടി പറയണം. എന്തിനാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിശ്ചയിക്കുന്ന നിർണായകമായിട്ടുള്ള സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്? വേൾഡ് കപ്പ് ജയിച്ച ഒരു ടീം അടുത്ത വേൾഡ് കപ്പിൻ്റെ റഫറിയെ തീരുമാനിക്കുക എന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ആരോ ആവട്ടെ, മത്സരാർത്ഥികളായിട്ടുള്ള ആളുകൾ അതിലെന്ത് ചെയ്യുന്നു, അവരിൽ ഒരു പറ്റ ആളുകൾ മാത്രം ചേർന്നുകൊണ്ട് റഫറിയെ നിശ്ചയിക്കുന്നു. അത് ഫുട്ബോളിൻ്റെയും വോളിബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും മേഖലകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇവിടെ ജനാധിപത്യത്തിൻ്റെ മഹാഗോപുരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മുഖത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു. ഇതിൻ്റെ തുടർച്ചയിൽ ആ വിധേയത്വത്തിൻ്റെ പ്രകടനമാണ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരായിട്ടും ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടും കള്ളവോട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പേരുകാരും കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വീഡിയോ ഹാജരാക്കിയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലെ വീഡിയോ, അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്തിട്ടില്ല, രണ്ടും ഒരാളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേവലം ഈ വോട്ട് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ്. BJP പറയോ ഞങ്ങൾ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് ഏതെങ്കിലും പൊതുയോഗത്തിൽ നിങ്ങൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ RSSൻ്റെ ആളുകൾ പറയോ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഞങ്ങൾ ബൂത്ത് പിടിച്ചെടുക്കുന്നതിനും കള്ളവോട്ട് നടത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നു? അവർ പറയില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ ഈ സ്ത്രീ ആ സ്ത്രീയുടെ സ്വകാര്യത മാനിച്ചില്ല എന്നാണല്ലോ പറയുന്നത്. അവരുടെ വോട്ട് ചെയ്യുന്ന ഫോട്ടോ അല്ലേ പിന്നെ രാജ്യത്തിന് മുമ്പായി കാണിക്കാൻ പറയുന്നത്? അവരുടെ പേരും മേൽവിലാസവും അവരുടെ 2 സ്ഥലത്തായി ഒരേ ബൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ലേ പരസ്യപ്പെടുത്താൻ പറയുന്നത്? അതെങ്ങനെയാണ് അവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതായിട്ടുള്ള വിഷയമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? ഇന്ത്യയുടെ PM കെയർ ഫണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അത് സ്വകാര്യത ലംഘനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല. അത് രാജ്യത്തിൻ്റെ പബ്ലിക് സ്കൂട്ടിനിക്ക് വിധേയമാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പറ്റില്ല എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ന്യായം ഇതും സ്വകാര്യതയാണെന്ന് പറയാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. സ്വകാര്യതയെക്കുറിച്ച് വല്ലാതെ പ്രസംഗിക്കുന്ന ആളുകൾ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ, ഈ രാജ്യത്തിലെ ഏത് പൗരൻ്റെയും മൊബൈൽ പിടിച്ചെടുത്ത്, അല്ലെങ്കിൽ അയാളുടെ ഏത് ഡിവൈസ് പിടിച്ചെടുത്ത് അതിലെ രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാം എന്ന്
തീരുമാനം എടുത്തിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന പാർട്ടി. അവരാണ് ആളുകളുടെ സ്വകാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്, അവരാണ് വോട്ടർമാരുടെയും ജനങ്ങളുടെയും അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, കുത്താൻ വരുന്ന ആ കത്തിയായിട്ട് ഓടി വരുന്ന മനുഷ്യരെ കശാപ്പ് ചെയ്യാൻ വരുന്ന ആളുകൾ നടത്തുന്ന അഹിംസാ പ്രഭാഷണത്തിനപ്പുറത്ത് മറ്റൊന്നുമല്ല ഇത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ള എന്താണ്, ചന്ദ്രബാബു നായിഡുവിൻ്റെ വിഷയത്തിലും നിങ്ങളുടെ മുന്നണി രാഷ്ട്രീയത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷിനെയും ഒക്കെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയൊരു നിയമം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്, BJPക്കെതിരായി വല്ല നിലയിലും സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ ജയിലിൽ പിടിച്ച് ഇടും. 30 ദിവസം കടന്നാൽ പിന്നെ നിങ്ങൾക്ക് മുഖ്യമന്ത്രി പദം ഉണ്ടാവില്ല എന്ന് കേട്ടാൽ നിതീഷും അതുപോലെ ചന്ദ്രബാബു നായിഡുവും ഒക്കെ പേടിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് വാ തുറന്ന് സംസാരിക്കില്ല എന്നുകൂടി അവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല ആളുകളും SIR-നെതിരായിട്ടും SIR-ന്റെ തുടർച്ചയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന വോട്ട് അട്ടിമറി ഇടപെടലുകൾക്കും എതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്.